ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ കുറുക്ക് കളനാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറുക്ക് കാളൻ തയ്യാറാക്കാം. എന്നാൽ സാധാരണ കാളൻ വെക്കുന്നതിനേക്കാളും വെറൈറ്റിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതാണ് സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ്റെ പ്രത്യേകത. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 3-4 പച്ചക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ പീസുകളാക്കി നുറുക്കി നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഇതേപോലെ ചരിച്ചാണ് ഞാൻ കട്ട് ചെയ്തേക്കണേ. ഇത്തിരി കനത്തിലാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമുക്കത് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് നീളത്തിൽ മുറിച്ച് അതും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കാം, ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇനി അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ 1 മുറി തേങ്ങ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് 1/4 ടീസ്പൂൺ ജീരകവും ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. ഇതേപോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കായ എന്തായി നോക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്നും കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നും കൂടി വെന്ത് വരട്ടെ. ഒന്നും കൂടി അടച്ചു വെക്കാം. ഏകദേശം 3/4 വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചതും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നെയ്യ് ചേർക്കുന്നത് അടി പിടിക്കാതിരിക്കാനും അതേപോലെ പ്രത്യേക ഒരു ടേസ്റ്റുമാണ് ഈ കുറുക്ക് കളന്. അതുപോലെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം നമ്മൾ കുരുമുളക് ചതച്ചതാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല. അപ്പം എല്ലാം കൂടി ഇനി അടച്ചു വെക്കരുത്. ഇതിൽ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പാണ്. അപ്പം അധികം വെള്ളമില്ലാതെ അരക്കണം. എന്നിട്ട് മിക്സർ ജാറ് കൂടി കഴുകി ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അരപ്പി കിടന്ന് ഇതൊന്ന് നന്നായിട്ട് യോജിച്ച് വരണം. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. തേങ്ങ അരപ്പ് നന്നായിട്ട് ഇതിനകത്ത് പിടിച്ച് നല്ല കുറുകി വരണം. അപ്പം മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. കുറുകുന്നവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിലിടുക. അപ്പോഴേ നമ്മുടെ കാളിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഹൈ ഫ്ലെയിമിലിടരുത്. ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അടിയിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പം നെയ്യ് ചേർത്ത കൊണ്ട് അടിയിലധികം പിടിക്കില്ല. അപ്പോൾ ഇനി ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷമാണ് തൈര് നമ്മൾ ചേർത്തിരിക്കുന്നത്. കട്ടത്തൈരാണെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് അതൊന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തൈരും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി തൈരും അരപ്പും എല്ലാം കൂടി ഈ കായൽ കിടന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കുറുകി വരണം. അപ്പോഴാണ് നമ്മുടെ കുറുക്ക് കളനാവുന്നത്. അപ്പം നെയ്യിൻ്റെ ടേസ്റ്റും ജീരകത്തിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി ആകുമ്പോൾ നമ്മുടെ കുറുക്ക് കളന് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്കൊന്ന് കടുക് വറുക്കാം. കടുക് വറുക്കുന്നതിന് വെളിച്ചെണ്ണയല്ല ഉപയോഗിക്കുന്നത്, നെയ്യാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇതിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല കുറുക്ക് കളന്. നെയ്യിലാണ് കടുക് വറുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഇതെല്ലാം കൂടി മൂപ്പിച്ച് കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്ത് അതിലേക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ലാസ്റ്റ് ഉലുവ വറുത്തതും കൂടി പൊടിച്ചതും കൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും. എന്നിട്ട് അതിലും കൂടി ചേർത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടാവും. കറി ഒന്നും കൂടി വറ്റിയിട്ടും ഉണ്ടാവും. ഇതേപോലെ നമ്മുടെ കറി നല്ല സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ കുറുക്ക് കളൻ. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ഇത്തിരി ജീരകം, നെയ്യ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കി എടുക്കുക. ഈ ഓണത്തിന് എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കുക. ഒരു 2-3 ദിവസത്തിന് മുമ്പ് തന്നെ വെച്ചാലും ഇത് ഒട്ടും തന്നെ ചീത്താവില്ല.
നമ്മൾ കുറുക്കി എടുത്തേക്കണോണ്ട് ഒട്ടും തന്നെ ചീത്താവില്ല. അപ്പോൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഹൈപ്പ് കൂടി ചെയ്യുക. ഇതേപോലെ ഈ ഓണത്തിന് നിങ്ങളൊന്ന് തയ്യാറാക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി സ്വാദാണ്. അപ്പോൾ അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം.